Hello, my dears. Welcome back to my YouTube channel. So, long time no see. അല്ലെ ഒരുപാട് നാളായി ഇങ്ങനെ സംസാരിച്ച് ഒരു വ്ളോഗ് അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ട് എനിക്കൊന്ന് എൻ്റെ ചാനൽ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വ്ളോഗ് ഒരു 1 month ago ആണെന്ന് തോന്നുന്നു. ബട്ട് ഞാൻ അത് ആ വ്ളോഗ് പോസ്റ്റ് ചെയ്യുന്നതിനും ഒരു 1 month or 2 month മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോ ആയിരുന്നു ആ പോസ്റ്റ് ചെയ്തത്. സോ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു 3 to 4 months ആയിട്ട് ഞാനായിട്ടൊരു ഷോർട്സ് അല്ലെങ്കിൽ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ട് ആൻഡ് ഇതുപോലെ നിങ്ങളുടെ സംസാരിച്ചൊരു വീഡിയോ വെച്ചിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് റീസൺസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഒക്കെ ഹെൽത്ത് ഇച്ചിരി ഡൗൺ ആയിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലും ഇതിലൊന്നും അല്ലായിരുന്നു. വേറൊരു കാര്യം എൻ്റെ ഫോൺ അത് തറയിൽ വീണു ഛനഭിന്നമായിട്ട് ഇരിക്കുവാണ്. സോ ഇപ്പൊ ഞാൻ ഷൂട്ട് ചെയ്തത് എൻ്റെ ഫോണിൽ തന്നെയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഫോൺ പൊട്ടിയിട്ട് ഇത്രയും നല്ലൊരു വീഡിയോ ഇട്ടില്ലെന്നുണ്ട്. ഇപ്പൊ എങ്ങനെ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നു? സോ ഇപ്പൊ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഫോണിന്റെ ബാക്ക് ക്യാം യൂസ് ചെയ്തിട്ടാണ്. കാരണം ബാക്കിലും കുറെ പൊട്ടലുകളുണ്ട്. ബട്ട് താങ്ക്ഫുള്ളി ബാക്കിലെ ക്യാമറ പോർഷനിൽ ഒരുപാട് ബ്രേക്കേജസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പക്ഷെ അതർ പാർട്സ് ബാക്കിൽ തന്നെ ബാക്കി പാർട്സിലൊക്കെ കുറെ ബ്രേക്കേജസും കാര്യങ്ങളും വന്നിട്ടുണ്ട് താഴെ വീണതിൽ. പിന്നെ ഫ്രണ്ട് പോർഷനാണ് മെയിൻ ആയിട്ട് പൊട്ടിയത്. ഫ്രണ്ടും സൈഡ്സും ഒക്കെ നന്നായിട്ട് പൊട്ടി. അപ്പോൾ ഫ്രണ്ട് ക്യാം നന്നായിട്ട് ബ്രേക്ക് ആയതുകൊണ്ട് ഫ്രണ്ട് ക്യാം യൂസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ലൈക്ക് മൊത്തത്തിലൊരു ബ്ലർ വിഷനാണ്. അപ്പം ഞാൻ വീഡിയോ അത് വെച്ച് ചെയ്താലും നിങ്ങൾക്ക് മൊത്തം ഒരു ബ്ലറി വിഷനായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. സോ ഇത് ആക്ച്വലി എൻ്റെ കയ്യിൽ നിന്ന് വീണതല്ല. ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയൊക്കെ ചെയ്യും. ഇത് എൻ്റെ സിസ്റ്ററിലൂടെ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് വീണ പോയി. ആക്ച്വലി അങ്ങനെ പൊട്ടി. സോ ഒരു 5-6 മാസമായി ഇപ്പം പൊട്ടിയിട്ടൊക്കെ. ഡിസ്പ്ലേ ഒക്കെ ശരിയാക്കാന്നൊക്കെ വിചാരിച്ചാലും ആസ് ഓഫ് നൗ പറ്റുന്ന കാര്യമല്ല. ലൈക്ക് കോസ്റ്റ് വൈസ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും. അപ്പം പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഹെൽത്തിന്റെ ഇഷ്യൂസും പിന്നെ ഇടയ്ക്ക് ഒരു വർക്കിന്റെ ഇതും അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് ഞാൻ വിട്ട് പോയി. വീഡിയോ എടുക്കാനുള്ള ഒരു മോട്ടിവേഷനോ കാര്യമോ ഒന്നും എനിക്കില്ലായിരുന്നു. ബട്ട് ഐ എം സോ സോറി ഫോർ ദാറ്റ്. കാരണം നമ്മൾ ഇപ്പം എന്താ പറയുക ഒരു കുഞ്ഞു ഫാമിലി ഇപ്പം ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും. സോ നിങ്ങളുടെ അടുത്ത് ജെന്യൂൻ ആയിട്ട് ഈ പറഞ്ഞുള്ള നിങ്ങൾ ഒരുപാട് വീഡിയോ ടോപ്പിക് സജഷൻസ് എനിക്ക് ഇപ്പോഴും കമന്റ്സിലാണെങ്കിലും ഒക്കെ വരാറുണ്ട്. കൂടുതലും ഇൻസ്റ്റയിലാണ് മെസ്സേജസ് വരാറ്. DM ആയിട്ട് പറയും. അപ്പോൾ സ്റ്റിൽ ഓരോരുത്തരെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ അറിയുമ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പൊ ഞാൻ ആക്ച്വലി ഫ്രണ്ട് ക്യാം യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ക്യാമറ. അപ്പൊ ഫ്രണ്ട് ക്യാം യൂസ് ചെയ്യാണ്ട് ഇനിയിപ്പോൾ എങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യും, എവിടെ പ്ലേസ് ചെയ്യും ഫോണ്? ബാക്ക് ക്യാമറ എടുക്കണമെങ്കിലും എനിക്ക് ബാക്ക് ക്യാം വെക്കുമ്പോഴത്തേക്കും എനിക്ക് കണ്ടുകൂടല്ലോ ലൈക്ക് എങ്ങനെയാണ് ഞാൻ ഇരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ലുക്ക് ഞാൻ സംസാരിക്കുന്നത്. അപ്പം അതൊരു ഇഷ്യൂ ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ബാക്ക് ക്യാം വെച്ച് എങ്ങനെ അത് വെച്ചിട്ട് ഞാൻ എവിടെ പ്ലേസ് ചെയ്തെടുക്കും, എങ്ങനെ ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ടാണ് അങ്ങനെയും കുറെ ടൈം ഇതൊക്കെ പോയത് കേട്ടോ. സോ അങ്ങനെ ലൈക്ക് എന്താ പറയുക, ഐ വാസ് ഫിഗറിങ് ഔട്ട് എവിടെ വെച്ച് എങ്ങനെ ചെയ്താൽ ഓക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞത്. സോ ഫൈനലി ഞാൻ വെച്ചു ഇനിയും അങ്ങനെ കുറെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. വീഡിയോ ചെയ്തേ പറ്റൂ. ഇറ്റ്സ് ബീൻ വെരി ലോങ് ടൈം. ആൻഡ് എനിക്കും ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എനിക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നത് നിങ്ങളുടെ മെസ്സേജസ് കാണുമ്പോഴും ഇതുപോലെ ഇങ്ങനെ സംസാരിച്ചത് ഇത് ചെയ്യുമ്പോഴും ഒക്കെ. ഇപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഓക്കെ ട്രൈപോഡിൽ ഫോണ് ബാക്ക് ക്യാം വെച്ചിട്ട് ആയിട്ട് കണ്ടുകൂടാട്ടോ ഇപ്പോഴും. ബട്ട് സ്റ്റിൽ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ആ ഒരു രീതിയിലാണ് ഇപ്പൊ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഐ എം സോ സോറി ഇഫ് നിങ്ങൾക്ക് ഇത് ഭയങ്കര വിയേർഡ് ആംഗിൾ പോലെയോ അല്ലെങ്കിൽ എന്റെ വീഡിയോ ഇരിക്കുന്നത് എന്നൊക്കെ തോന്നുവാണെങ്കിൽ ഐ എം സോ സോറി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ശരിക്കും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു ടോപ്പിക് ചെയ്യണം അങ്ങനെയൊന്നും ഞാൻ മൈൻഡിലൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ അവൈലബിൾ അല്ലായിരുന്നത് എന്നൊക്കെ ഒരു അപ്ഡേറ്റ് പോലെ പറയണം എന്നൊക്കെ മൈൻഡിൽ ഉണ്ടായിരുന്നു. എന്റെ ഒരു സമാധാനത്തിന് ഓക്കെ ചെയ്യണം എന്നെനിക്കുണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു കാര്യങ്ങൾ. പറ്റുന്ന പോലെയൊക്കെ ഷൂട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടും കാര്യങ്ങളൊന്നും വിട്ടുപോകരുത്. ഞാൻ ഉറപ്പായിട്ടും ഇനിയും മോർ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. സോ നമുക്ക് നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. കുറെ പേര് എനിക്ക് ആരാണെന്ന് അറിയത്തില്ല. ബോയ് ഇൻസ്റ്റയിൽ എനിക്ക് ഭയങ്കര സന്തോഷവും തോന്നി. അറ്റ് എ ടൈം അതൊരു ഭയങ്കര ഒരു രസമായിട്ട് തോന്നി കേട്ടോ. എന്ന് വെച്ചാൽ കുറെ പേര് വീഡിയോ സജഷൻസ് പറയാറുണ്ട്. പക്ഷെ ഈ പുള്ളിക്കാരൻ വന്നിട്ട് ഒരു ലോങ് ലിസ്റ്റ് ആയിട്ട് എനിക്ക് അയച്ചു. ലൈക്ക് വീഡിയോ സജഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 1 2 3 4 5 6 ഇങ്ങനെ ഒരു നമ്പർ ഓഫ് കാര്യങ്ങൾ അയച്ചു. അപ്പോൾ ലൈക്ക് ഐ വാസ് സോ ഹാപ്പി. കാരണം ഇത്രയും സാധനങ്ങൾ എന്താ പറയാ ചെയ്യണം, എന്റെ പാർട്ടിന്ന് അവർക്ക് കാണണം, എന്റെ സൈഡിൽ നിന്ന് കാണണം എന്നൊക്കെ ആലോചിച്ചപ്പോഴത്തേക്കും ഐ ഫെൽറ്റ് സോ ഹാപ്പി. അത് കുറെ അയച്ചു കേട്ടോ. എല്ലാവരും പറയുന്ന ടോപ്പിക്സ് കോമൺ ടോപ്പിക്സ് ഒക്കെ തന്നെയാണ്. പക്ഷെ when it came from a boy, ഒരു മെയിൽ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ഇത് കണ്ടപ്പം കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഒരു കമന്റ് വന്നപ്പോഴത്തേക്കും ഐ വാസ് സോ ഹാപ്പി. കാര്യം വന്നിട്ട് ഈ പറഞ്ഞ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം. പിന്നെ എന്താ കുക്കിംഗ് വീഡിയോസ്,
പിന്നെ മേക്കപ്പ് വീഡിയോസ്, യൂസ് ചെയ്യുന്ന മേക്കപ്പ് പ്രോഡക്ട്സ്, സ്കിൻ കെയർ പ്രോഡക്ട്സ്, ഹെയറിന് നമ്മൾ ചെയ്യുന്നെങ്കിൽ അത്, പിന്നെ പുറത്ത് പോകുന്ന വ്ലോഗ് ഉണ്ടെങ്കിൽ അത്, പിന്നെന്താ പെഡിക്യൂർ ചെയ്യുന്ന പോലത്തെ കാര്യങ്ങൾ, ദെൻ പൊട്ട് കളക്ഷൻ, മേക്കപ്പ് കളക്ഷൻ, നെയിൽ പോളിഷ് കളക്ഷൻ, ഫുഡ് വെയർ കളക്ഷൻ, ബാഗ് കളക്ഷൻ, ഇങ്ങനെയൊക്കെ സംസാരിച്ചു. അപ്പോഴാണ് ഞാനൊരു ശരി ഇത്രയും ടോപ്പിക്സ് ഉണ്ട്, പക്ഷെ എനിക്ക് ഇതിലൊക്കെ എന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കളക്ഷൻ ആയിട്ട് കാണിക്കാൻ മാത്രം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. കാരണം അത്രയ്ക്കൊന്നും സാധനങ്ങൾ. ഓക്കെ, എനിവേസ് ആരെയും ഡിസപ്പോയിന്റ് ചെയ്യത്തില്ല. എല്ലാവരും പറഞ്ഞ ടോപ്പിക്സ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിരിക്കും ഉറപ്പായിട്ടും. നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഉറപ്പായിട്ടും വരാം കേട്ടോ. സോ ഇത് ഒരു കുഞ്ഞ് അപ്ഡേറ്റ് ആയിട്ട് കണ്ടാൽ മതി. സോ കമ്മിങ് ഡേയ്സിൽ മാക്സിമം കൺസിസ്റ്റന്റ് ആയിട്ട് ഷോർട്സും റീൽസും വീഡിയോസ് ഒക്കെ ആയിട്ട് മാക്സിമം വരുന്നതായിരിക്കും. ആൻഡ് മൾട്ടിപ്ലൈ SKJ ത്രൂ ആണെങ്കിലും, ആൻഡ് ഇപ്പൊ കൗമുദിയിൽ ചെയ്യുന്ന ടോം ആൻഡ് ജെസ്സി എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ജിബി വർഗീസ് എന്ന് പറയുന്ന ക്യാരക്ടറിന് ഒരുപാട് മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട്. സോ 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 ഹാപ്പി ആൻഡ് താങ്ക് യു സോ മച്ച്. കമന്റ്സ് നോക്കുമ്പോഴും എന്താ പറയുക, SKJയിലുള്ള ആളുകൾ വന്നു അല്ലെങ്കിൽ അങ്ങനത്തെ കമന്റ്സ് ഞാൻ കാണാറുണ്ട്. ജിബിയെ ഹലോ സുഖാണോ ജിബിയെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആ ക്യാരക്ടർ പേര് പറഞ്ഞ് ഉള്ള കമന്റ്സ് കുറെ കണ്ടിട്ടുണ്ട്. ആൻഡ് എന്റെ നെയിം വെച്ചിട്ടുള്ള കുറെ കമന്റ്സ് ഞാൻ കേട്ടിട്ടുണ്ട്, രേവതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ എല്ലാവരും പ്രോഗ്രാം കാണുന്നുണ്ട്, എന്താ പറയാ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. സോ അപ്പോൾ ഇനിയും കമ്മിങ് ഡേയ്സിൽ ഉള്ള എപ്പിസോഡ്സ് ഒക്കെ കാണുക, നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ആൻഡ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ ലവ്. സോ വീഡിയോസ് ഒന്നും കാണാൻ മറക്കരുത്. ആൻഡ് don't forget to like and subscribe. Okay, yeah, see you all in next video.